ഇദ്ദേഹം അവിടെ പോയി കഴിഞ്ഞാൽ ഋഷി സുനകിന് സർക്കാരിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ബ്രിട്ടനിലെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, ബ്രിട്ടൻ്റെ ഒരു പാരമ്പര്യവും അനുസരിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തേ ബ്രിട്ടന് പറ്റൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മസങ്കടം. ഈ ധർമ്മസങ്കടമുള്ള നിരവധി പാശ്ചാത്യ രാജ്യങ്ങളുണ്ട്. ഇങ്ങനൊരു വാറണ്ട് പാസ്സായി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഫ്രാൻസ് ഉൾപ്പെടെ ഒരുപാട്, കാനഡ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമല്ല. മറ്റൊന്ന്, ഈ ഒരു വാറണ്ട് പാസ്സായാൽ ഇസ്രായേലിന് സംഭവിക്കുന്ന ഡിപ്ലോമാറ്റിക് ലോൺലിനെസ് ആണ്. ഒരു പ്രധാനമന്ത്രിക്ക് പല രാജ്യങ്ങളിലേക്കും ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് വന്നാലൊന്ന് ആലോചിച്ച് നോക്കുക. അത് ഇസ്രായേലിന് എത്രമാത്രം ഒറ്റപ്പെടുന്നു എന്ന് ആലോചിച്ച് നോക്കുക. ICC രൂപപ്പെട്ടതിന് ശേഷം അമേരിക്കയിൽ വേറൊരു നിയമം വന്നു. അത് ഹേഗ് ഇൻവേഷൻ ലോ എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെയല്ല എൻ്റെ പേര്, അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ അമേരിക്കയിലെ ഏതെങ്കിലും പട്ടാള മേധാവിമാർക്കെതിരെ ICC പ്രോസിക്യൂഷൻ ആരംഭിച്ചു എന്ന് കരുതുക. മെമ്പർ ആവണമെന്നില്ല, വ്യക്തികൾക്കെതിരെയാണല്ലോ. വ്യക്തികൾക്കെതിരെ ഒരു പ്രോസിക്യൂഷൻ ആരംഭിച്ചു എങ്കിൽ നെതർലാൻഡ്സിനെ സൈനികമായി കീഴടക്കാനുള്ള നിയമമാണ്. അമേരിക്കൻ കോൺഗ്രസ്, അമേരിക്കൻ പ്രസിഡന്റിന് അനുമതി നൽകുന്ന നിയമമാണിത്. ഒന്ന് ആലോചിച്ചു. അതായത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം, ദ സ്ട്രോങ്ങസ്റ്റ് ഡെമോക്രസി, ഒരു നിയമം ഉണ്ടാക്കിയേക്കാണ്. ഏത് ICCയിൽ ഏതെങ്കിലും അമേരിക്കൻ പട്ടാള ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പ്രോസിക്യൂഷൻ ആരംഭിച്ചാൽ നെതർലാൻഡ്സ് കീഴടക്കാം. കോടതി ഇരിക്കുന്ന രാജ്യം പോയി ഇൻവേഡ് ചെയ്യാൻ പ്രസിഡന്റിന് അനുമതി കൊടുക്കുന്ന നിയമമാണ് ഈ പറയുന്ന ഹേഗ് ഇൻവേഷൻ ലോ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം തമാശയാണ് ഈ ICCയും ICJയും അമേരിക്കയുടെ ലോക പോലീസും ലോക ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തമാശയുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു കോടതിയിൽ നിന്ന് ഇസ്രായേലിനെതിരെ ഒരു നീക്കം ഉണ്ടാവുക എന്നുള്ളത് തന്നെ അമാൽ ക്ലൂണി, ജോർജ് ക്ലൂണിയുടെ ഭാര്യയും മനുഷ്യാവകാശ പ്രവർത്തകൻ അമാലിൻ്റെ ശ്രമഫലമായിട്ടാണ് നടന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ICJയിൽ ഇപ്പം നടക്കുന്ന പ്രോസിക്യൂഷനിൽ ഏതാനും മാസം മുമ്പ് ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നത്. ഇത് പ്ലോസിബിൾ ജനസൈഡ് അവിടെ സാധ്യതയുണ്ട് ഇസ്രായേൽ, അത് തടയാൻ വേണ്ടി നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ തിരിച്ചടി. നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത്. ഇങ്ങനെ ഈ വാറണ്ട് വന്നു കഴിഞ്ഞാൽ നെതന്യാഹു നാളെ പ്രസിഡന്റ് പദത്തിൽ നിന്ന് ഇറങ്ങുകയോ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുകയോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു രാജ്യത്തിന്, അതൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ ജനസൈഡ് കുറ്റത്തിൽ, വംശഹത്യ കുറ്റത്തിൽ വാറണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് ബ്രിട്ടനിൽ പോകാൻ കഴിയില്ല. ബ്രിട്ടൻ ഇസ്രായേലിൻ്റെ ഒരു സഖ്യശക്തിയാണ്. അപ്പോൾ ഇന്ന് ഋഷി സുനക് എന്താണ് പറഞ്ഞത് ഈ വാറണ്ടിനോട് പ്രതികരിച്ചത്? ഈ ICCയുടെ നടപടി യുദ്ധം അവസാനിപ്പിക്കാൻ ഉതകുന്നതല്ല, അല്ലാതെ ആ വാറണ്ട് തെറ്റാണെന്നല്ല പറയുന്നത്. ഇദ്ദേഹം അവിടെ പോയി കഴിഞ്ഞാൽ ഋഷി സുനകിന് സർക്കാരിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ബ്രിട്ടനിലെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, ബ്രിട്ടൻ്റെ ഒരു പാരമ്പര്യവും അനുസരിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തേ ബ്രിട്ടന് പറ്റൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മസങ്കടം. ഈ ധർമ്മസങ്കടമുള്ള നിരവധി പാശ്ചാത്യ രാജ്യങ്ങളുണ്ട്. ഇങ്ങനൊരു വാറണ്ട് പാസ്സായി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഫ്രാൻസ് ഉൾപ്പെടെ ഒരുപാട്, കാനഡ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമല്ല. മറ്റൊന്ന്, ഈ ഒരു വാറണ്ട് പാസ്സായാൽ ഇസ്രായേലിന് സംഭവിക്കുന്ന ഡിപ്ലോമാറ്റിക് ലോൺലിനെസ് ആണ്. ഒരു പ്രധാനമന്ത്രിക്ക് പല രാജ്യങ്ങളിലേക്കും ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് വന്നാലൊന്ന് ആലോചിച്ച് നോക്കുക. അത് ഇസ്രായേലിന് എത്രമാത്രം ഒറ്റപ്പെടുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അതിനപ്പുറം ഇത് നാളെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വംശഹത്യ കുറ്റത്തിന് പോയി വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലും എന്നുള്ളതല്ല, നയതന്ത്രപരമായി ഏൽക്കുന്ന വലിയൊരു തിരിച്ചടിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചത്. അതിനപ്പുറം ഇതിന് കാര്യമായ എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.